നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളി കാര്യമാകുന്നു. എ.കെ. ആന്റണിയുടെ മകന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക്. കെ. മുരളീധരന്റെ പേര് പറഞ്ഞ് സ്ഥിരം തഴയുമ്പോൾ പകരം വീട്ടാനൊരുങ്ങി പത്മജ. വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിക്കുമോ? അങ്ങനെ എ.കെ. ആന്റണിയുടെ മകന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക്. പത്മജ ഇന്ന് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും. ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി പത്മജ ചർച്ച നടത്തി. തമാശയെന്ന് തള്ളിക്കളഞ്ഞ് രാത്രിയോടെ പുറത്തു വന്നു. ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും സമൂഹ മാധ്യമത്തിലൂടെ പത്മജ വേണുഗോപാൽ ഇത് നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ വേണുഗോപാൽ പിൻവലിച്ചു. അതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് ബയോയും മാറ്റിയിരുന്നു. ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് പത്മജ ഫേസ്ബുക്ക് ബയോ മാറ്റിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ പത്മജയെ നിർത്തുമെന്ന അഭ്യൂഹവും പടരുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2004 മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് 2021 നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിരുന്നു. എ.കെ. ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ. കരുണാകരന്റെ മകളും ബി.ജെ.പി പാളയത്തിലേക്ക് പോകുന്നതിന് ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. വ്യാഴാഴ്ച ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം എടുക്കുമെന്നാണ് സൂചന. നിലവിൽ പത്മജ വേണുഗോപാൽ ഡൽഹിയിലാണ്. ബി.ജെ.പി നേതാക്കളുമായി ചർച്ചയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഉച്ചയോടെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ കൂടി രംഗത്തെത്തി. ഒരു തമാശ പറഞ്ഞതാണ്, ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതേസമയം ഇനിയും ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മഹിളാ മോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ, നടൻ സുരേഷ് ഗോപി തൃശൂർ, ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് നഗരസഭ മുൻ ഉപാധ്യക്ഷനുമായ സി. കൃഷ്ണകുമാർ പാലക്കാട്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി, കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം. അബ്ദുൽ കലാം മലപ്പുറം, ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് കോഴിക്കോട്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി.ആർ. പ്രഫുൽ കൃഷ്ണൻ വടകര, മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം.എൽ. അശ്വിനി കാസർഗോഡ് എന്നിവരാണ് കേരളത്തിൽ ആദ്യ പട്ടികയിലുള്ള മറ്റ് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കണ്ണൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി സി. രഘുനാഥ്, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണി നിലവിൽ ബി.ജെ.പി ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമാണ്. പത്മജ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് കണ്ടറിയാം. പത്മജ രംഗത്തെത്തിയാൽ തൃശൂരിൽ കുറെ വോട്ടുകൾ സുരേഷ് ഗോപിക്കായി മറിയുമെന്ന് ബി.ജെ.പി കരുതുന്നുണ്ട്. വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ചാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും.